പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം. മോദി വിദ്വേഷം പരത്തുന്നുവെന്ന് കോൺഗ്രസ്. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമത്തിലാണ് മോദിയെന്ന് ജയറാം രമേശും പറയുന്നുണ്ട്. രാജ്യത്തെ ഓർത്ത് വേദനിക്കുന്നുവെന്ന് കപിൽ സിബൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂട്ടപ്പരാതി നൽകുമെന്ന് ഇന്ത്യ സഖ്യ പാർട്ടികളും പറയുന്നുണ്ട്. അനൂപ് ദാസ് നൽകും വിവരങ്ങൾ. അനൂപ്, എന്തൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയുടെ വാക്കുകളെ രാഷ്ട്രീയമായി എങ്ങനെ വിമർശനം ഉന്നയിക്കുന്നു? ഏതൊക്കെ രീതിയിലാണ് ഇതിലെ പ്രചരണം ഉണ്ടാകുന്നത്? എന്തൊക്കെ നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. കൂട്ടപ്പരാതി നൽകാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. CPM-ഉം മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുമെല്ലാം പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്നലെ രാജസ്ഥാനിൽ പ്രസംഗിച്ചത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കും ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്കും സഹായം നൽകുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന പ്രസംഗമാണ്, എന്ന വിവാദമായ പ്രസ്താവനയാണ്, വർഗീയ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയത് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി പരിശോധിച്ചു കഴിഞ്ഞാൽ രാമക്ഷേത്ര വിഷയം കൂടുതലായി ഉയർത്താൻ, രാമക്ഷേത്രത്തിന് നിർമ്മാണം തടയാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് പോലും വന്നില്ല എന്ന് പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. വർഗീയ പ്രസംഗങ്ങൾ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയിട്ടും യാതൊരു ഇടപെടലും നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആക്ഷേപവും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കുമുണ്ട്. അത് ശക്തമായി ഉന്നയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ശരി, അനൂപ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ വർഗീയ പരാമർശം ഉള്ള പ്രസംഗം ആയുധമാക്കുകയാണ് ഇന്ത്യ മുന്നണി.